അപ്പോൾ ബോയ്സിൻ്റെ ഒരു പ്രീക്വൽ കണ്ടിട്ടുണ്ട്, വോട്ട് റൈസിങ്. ഈ പ്രീക്വൽ എടുക്കാൻ നിങ്ങൾക്കൊക്കെ ബഡ്ജറ്റ് ഉണ്ട്, എന്നാൽ പിന്നെ ഈ ബഡ്ജറ്റ് ആയിട്ട് ആ ബോയ്സ് ഒന്ന് മര്യാദയ്ക്കൊന്ന് ആ സീസൺ ഫിനാലെ ഒന്ന് സെറ്റ് ആക്കുമായിരുന്നെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു. എൻ്റെ ക്രിപ്കെ എണ്ണ എനിക്ക് സത്യം പറയുന്നത് എനിക്ക് ദേഷ്യമുണ്ട് ഇത് കാണാൻ തന്നെ. കാരണം എത്ര സാധനങ്ങൾ ഇതിൻ്റെ പ്രീക്വലായിട്ടോ സീക്വലായിട്ടോ എന്ത് വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ബോയ്സിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഒരു സാധനം നിങ്ങൾ മര്യാദയ്ക്ക് സാധനം കൺക്ലൂഡ് ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് ഇത് കാണാനുള്ളൊരു ആകാംക്ഷയുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചെറിയൊരു ഗ്ലിംസ് പോലെ ചെറിയൊരു 2-3 സെക്കൻഡുള്ള സാധനമൊക്കെ ഇറങ്ങിയപ്പോൾ അതിൻ്റെ അടിയിലത്തെ കമൻറ്റ് മൊത്തം നെഗറ്റീവ്. അതായത് ഞങ്ങളിത് ആരും കാണത്തില്ല, ഇനി എത്ര നല്ല സാധനം വന്നാലും ഞങ്ങൾ കാണത്തില്ല. കാരണം ഫാൻസൊക്കെ അതേപോലെ ഡിസപ്പോയിൻറ്റഡ് ആയി. കാരണം നമ്മൾ അത്ര എക്സ്പെക്ട് ചെയ്ത സീരീസ് കൊണ്ട് നശിപ്പിച്ച് കല ഉടച്ച് വെച്ചിട്ടാണ് ഇമ്മാതിരി സാധനം ഇറക്കി വിടുന്നത്. എന്നിട്ട് പറയുന്ന ആ സീരീസിന് നമുക്ക് ബഡ്ജറ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു. ഈ സീരീസ് എടുക്കേണ്ട ബഡ്ജറ്റ് വേണമല്ലോ ഒരു എപ്പിസോഡ് മര്യാദയ്ക്ക് ചെയ്യാൻ. നിങ്ങൾ ആ 7 എപ്പിസോഡും മോശമായിട്ട് ചെയ്താലും കുഴപ്പമില്ല, എന്നാൽ ലാസ്റ്റത്തെ ഫിനാലെ എപ്പിസോഡ് മാത്രം ഒന്ന് വൃത്തിക്ക് ഒന്ന് എടുക്കുമായിരുന്നെങ്കിൽ പോലും നമുക്ക് ഇത്ര ഒരു സങ്കടമില്ലായിരുന്നു. ഇതിപ്പോൾ അടുത്ത സാധനം വന്നു, ഇത് എത്രയൊക്കെ വന്നാൽ പോലും ഇതിപ്പോൾ നന്നായാൽ പോലും ബോയ്സിനെ ഫാൻസിന് ഭയങ്കര ഒരു ഇതായിപ്പോയി, ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോയി. എസ്പെഷ്യലി ഞാൻ പോലും, അതായത് നമ്മൾ എത്രയൊക്കെ കൈപ്പാറ സോൾജിയർ ബോയ് ഇപ്പം നിങ്ങൾ ബോയ്സ് നല്ല കിടിലാണ്ട് എൻഡ് ചെയ്യുമായിരുന്നെങ്കിൽ ഈ സോൾജിയർ ബോയ്ക്ക് ഒരു കിടിലൻ ട്രിബ്യൂട്ടായിട്ട് എന്തെങ്കിലും നല്ല ക്യാരക്ടർക്ക് പ്രോപ്പർലി എൻഡ് ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ ഒരു പ്രീക്വൽ വരുമ്പോൾ ഉറപ്പായിട്ടും ആൾക്കാർ പോയി ഉറപ്പായിട്ടും കാണും ഈ സാധനം. കാരണം അത്രയ്ക്ക് ഫാൻ ബേസ് ഉള്ള ക്യാരക്ടറാണ് സോൾജിയർ ബോയ്. ഹോംലാൻഡർ, വില്യം ബുച്ചർ ഇവരെല്ലാം പക്ഷേ നശിപ്പിച്ചു കളഞ്ഞു. ഏതായാലും ഇവന്മാരുടെ ഒരു സാധനം വന്നിട്ടുണ്ട്, ഈ ഫസ്റ്റ് ലുക്ക് വോട്ട് റൈസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് കണ്ടു നോക്കാം. ക്രിപ്കാണ എൻ്റെ സങ്കടം മാറിയിട്ടില്ല, ഞാൻ പറയുന്നില്ല. അത് തന്നെ പ്രീക്വൽ നമ്മളെ സോൾജിയർ ബോയിൻ്റെ കാലഘട്ടം 1950. ആ കട്ട വെക്ക് ആ ബോംബ് സൈറ്റ്. ക്ലാര എന്തായിരുന്നു ഞാൻ ഡയലോഗ് പറയേ, ദിസ് ഈസ് വാട്ട് ക്ലാര വുഡ് ഹാവ് വാണ്ടഡ് ഫ്രം ദ വേൾഡ് ഓഫ് ദ ബോയ്സ്. ഇതിനകത്ത് സോൾജിയർ ബോയെ കാണുമ്പോൾ എനിക്ക് സൂപ്പർ നാച്ചുറൽ ഭയങ്കരമായിട്ട് അടിക്കുന്നു. പക്ക സൂപ്പർ നാച്ചുറൽ വൈബ്, അത് സെയിം ലുക്കാണ് പുള്ളിക്ക്. നിങ്ങൾ സൂപ്പർ നാച്ചുറൽ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, കണ്ടില്ലെങ്കിൽ പോയി കണ്ടോ, കിടിലൻ സാധനമാണ്. ആ വിയോൺ അണ്ണ ഇത്രയൊക്കെ ചെയ്യാൻ ബഡ്ജറ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ആ ബോയ്സിൻ്റെ എപ്പിസോഡ് ഫിനാലെ ഒന്നും മര്യാദയ്ക്ക് ചെയ്യത്തില്ലായിരുന്നു അണ്ണ. എനിക്കിതൊക്കെ കാണുമ്പോൾ സങ്കടം വരുന്നുണ്ട്. ഇതിനൊക്കെ ബഡ്ജറ്റ് ഉണ്ട്, എന്നിട്ട് നിങ്ങളുണ്ട് ഇതും എനിക്ക് വിശ്വാസമില്ല. ഈ സാധനം മിക്കവാറും പകുതിയായിട്ട് ഒരു സീസൺ തീർത്തിട്ട് പറയും ഈ സീസൺ ക്യാൻസൽ ആക്കിയത്. ഇപ്പം ജെൻവിക്ക് കാണിച്ചിട്ടില്ലേ, നമുക്ക് വിശ്വാസം പോയ അണ്ണ. സോൾജിയർ ബോയ് കട്ട ലുക്ക്. കൗ ഇതിനകത്ത് മെയിൻ സോൾജിയർ ബോയ് നമ്മുടെ സ്ട്രോങ് ഫ്രണ്ടും ആയിരിക്കും മെയിൻ. ഇവരുള്ള റിലേഷനും പരിപാടിയും കോൺസിക്വൻസും ഒക്കെ ആയിരിക്കും. ബ്ലാക്ക് നോയർ കണ്ടാണല്ലോ പുള്ളിനെ മിക്കവാറും കാണിക്കുന്നു. എങ്കട ബ്ലാക്ക് നോയർ ഈ പുള്ളിക്കാരി ഒരുത്തിയാറാണ് ഈ സോൾജിയർ ബോയ് വിയോന്റെ ഹോംലാൻഡറിന് കൊടുത്തത്. എന്നിട്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായ അണ്ണ 2027 നെക്സ്റ്റ് ഇയർ ആണ്. ഇത്ര നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെയും പറയും, ഞാൻ ഇന്ന് എനിക്ക് ഇത് തീർട്ടാ അത്ര ഉള്ളത് തീർത്താം. ഞാൻ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ കുറേ റീല് കണ്ടു. അതായത് നമ്മുടെ ബോയ്സിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെയായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ കുറേ ജനറേറ്റഡ് എന്ത് കിടലിനായിരുന്നു. നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ജനറേറ്റഡ് ആയിട്ടല്ലോ ഉണ്ടാകത്തില്ല. അതിനുവേണ്ടി ബഡ്ജറ്റിനൊന്നും വേണം അണ്ണ. ഇവിടെയൊക്കെ ഉള്ള 1000-2000 രൂപയുടെ സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്തിട്ടാണ് ആൾക്കാർ ചെയ്യുന്നത്. അത് വെച്ചൊരു മെനക്കുള്ളൊരു സാധനം ഉണ്ടാകത്തില്ല. ചില സാധനം കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയി, അത്രയും കിടലിന സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് ഇത് കാണുമ്പോൾ എനിക്ക് സങ്കടം. നിങ്ങളിനി എത്ര സീക്വലോ എത്ര പ്രീക്വലോ വന്നാലും ഇതിൻ്റെ ചീത്തപ്പേരിക്ക് ഒരിക്കലും പോകത്തില്ല. പ്രത്യേകിച്ച് എൻ്റെ ക്രിപ്കെ എണ്ണനോട് ഈ സാധനത്തിൻ്റെ ചീത്തപ്പേരിക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ പോകത്തില്ല. അത്രയും വലിയൊരു തെണ്ടിത്തരമാണ് നിങ്ങൾ കാണിച്ചത്.
ബഡ്ജറ്റിൽ എന്ന് പറഞ്ഞാൽ ഇമാതിരി പരിപാടി വേണ്ട. നമ്മുടെ ബോയ്സിന് 2027 ഈവൻ 28 റിലീസാക്കിയാൽ പോലും കുഴപ്പമില്ല. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞ് പടപടാന്ന് റിലീസാക്കണമെന്ന് എല്ലാം ചെയ്തിട്ട് അവസാനം എനിക്ക് തോന്നുന്നത് ബഡ്ജറ്റ് ഇല്ലായ്മയുടെ കുറവൊന്നുമല്ല. എൻ്റെ ഒരു ആശയത്തിൽ എനിക്ക് തോന്നുന്നത് എടുത്ത് കുളമായിരുന്നവർക്ക് മനസ്സിലായി. ഇനി പറഞ്ഞു വയ്ക്കാൻ വേണ്ടി അവസാനം പറയുന്നതാണ്, അയ്യോ ഇത് ബഡ്ജറ്റ് ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്, അല്ലെ നമ്മൾ അങ്ങനെ ചെയ്തത്. എനിക്ക് അതാണ് തോന്നുന്നത്. ഉമ്മാർക്കൊരു പ്രോപ്പർ എങ്ങനെ എൻഡ് ചെയ്യണമെന്നൊരു ബോധമില്ലായിരുന്നു. എടുത്തെടുത്ത് അവസാനം കൊണ്ട് കുളമാക്കി വെച്ചു. ഇനി എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടേണ്ടതെന്ന് ഓർത്തിട്ട് ഈ ബഡ്ജറ്റിൻ്റെ ഇഷ്യൂ എടുത്തിട്ടാന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. കാരണം എന്ത് ബഡ്ജറ്റ് വേണം? ഒന്നുമില്ലെങ്കിൽ ഒരു പ്രോപ്പർ ഒരു ഫൈറ്റേലും കൊടുക്കുമായിരുന്നു ഈ ക്ലൈമാക്സ്. എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നെ ഫ്രസ്ട്രേഷൻ മാറുന്നില്ല. ഞാൻ അത്രയും ഞാൻ പറയുന്നില്ല, ഞാൻ അത്രയും ആഗ്രഹിച്ച് സീരിയസ് ആയിരുന്നു. ഏതായാലും വോട്ട് റൈസിങ് കണ്ടിട്ട് എനിക്ക് കുഴപ്പമില്ല. നമ്മുടെ സോൾജിയർ ബോയ് കിടു ലുക്ക്, അതല്ലാതെ ഇതിനകത്ത് എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ ഹോപ്പില്ല. നമ്മുടെ എക്സ്പെക്ടേഷൻ കാര്യങ്ങളൊക്കെ പോയി. ഇത് കാണണമെന്ന് വലിയ ആരും താല്പര്യമൊന്നുമില്ല. സോൾജിയർ ബോയ് ഉള്ളതുകൊണ്ട്, എന്നാൽ പോലും പുള്ളി ഉള്ളതുകൊണ്ടാണ് കാണാൻ ഇൻട്രസ്റ്റ്. എന്നാൽ പോലും നമുക്ക് വലിയ ഇതൊന്നുമില്ല കാണണമെന്ന്. കാരണം ഈ ബോയ്സ് കൊണ്ട് കാണിച്ചാക്കുന്ന അറിയന്മാർ അത്രയും നല്ല സാധനം കൊണ്ടായിട്ട് നശിപ്പിച്ചവന്മാർ ഇതൊക്കെ കൊണ്ടുവന്ന് ഇതിപ്പോൾ നന്നായി പോലും നമുക്ക് ആ ഒരു കാരണം അത്രയും ഹോം ബാൻഡ് ബൂച്ചർ അത്രയും ക്യാരക്ടറും പരിപാടി എല്ലാം ഉള്ള സാധനം കൊണ്ട് ഇങ്ങനെ ആക്കി കളഞ്ഞിട്ട് പിന്നെ എന്ത് കൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. ഇഷ്ടപ്പെടുന്നില്ലെന്നല്ല, നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഏതായാലും കുഴപ്പമില്ല. 2027 റിലീസ് ആകാൻ പോകുന്നത്. ഏതായാലും നമുക്ക് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഈ റൈസിങ്ങിൻ്റെ ഫസ്റ്റ് ലുക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ. മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ അഭിജിത്ത് ആൻഡ് യു ആർ വാച്ചിങ് ക്ലിക്ക് ആൻഡ് ഫ്രെയിംസ്.